സെയ്ഫ് അലി ഖാന്റെ അക്രമിയെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. CCTVയിൽ നിന്ന് ലഭിച്ച ആ ഫോട്ടോ പോലീസ് പുറത്തുവിട്ടു. മോഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ കെട്ടിടത്തിന്റെ ഫയർ എസ്കേപ്പ് പടികൾ വഴിയാണ് ഇയാൾ നടൻ താമസിക്കുന്ന 11ാം നിലയിലേക്ക് കയറിയത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിക്കുന്ന സൂചനയെന്ന് പോലീസ് പറയുന്നു. പിന്നീട് ഇയാൾ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. മണിക്കൂറുകളോളം ഇയാൾ വീട്ടിൽ ഒളിച്ചിരുന്നെന്നും പോലീസ് പറയുന്നു. പ്രതിയെ പിടികൂടാൻ ബാന്ദ്ര പോലീസ് 10 പേരടങ്ങുന്ന ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. നടന്റെ വീട്ടിലെ മറ്റ് ജീവനക്കാരായ 3 പേരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് വിശദമായി മൊഴിയെടുത്തു. ആക്രമണം നടക്കുമ്പോൾ ഭാര്യ കരീന കപൂർ സഹോദരിമാരോടൊപ്പം മറ്റൊരു വീട്ടിലായിരുന്നു. ഭാര്യ കരീന കപൂറിന്റെ ബാന്ദ്ര വെസ്റ്റിലെ വസതിയിൽ വെച്ചാണ് സെയ്ഫ് അലി ഖാൻ ആക്രമണത്തിന് ഇരയായത്. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. വീട്ടിൽ അതിക്രമിച്ച് കയറിയ അക്രമിയുമായി വീട്ടുജോലിക്കാരി തർക്കിക്കുന്നത് കണ്ട് സെയ്ഫ് അലി ഖാൻ എഴുന്നേറ്റ് ചെല്ലുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രകോപിതനായ അക്രമി കത്തികൊണ്ട് പലവട്ടം കുത്തി. വീട്ടുജോലിക്കാരിക്കും പരിക്കേറ്റു. തുടർന്ന് പ്രതി ഓടി രക്ഷപ്പെട്ടു. ഡ്രൈവർമാർ ആരും ഇല്ലാതിരുന്നതിനാൽ ചോരയിൽ കുളിച്ച നടനെ മകൻ ഇബ്രാഹിം ഓട്ടോയിലാണ് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. 2 മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നു. അതിൽ നട്ടലിനോട് ചേർന്ന ഭാഗത്ത് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തി കത്തിയുടെ ഒരു ഭാഗം എടുത്തുമാറ്റി. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.